Hello everyone. So ഇന്നത്തെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് ഒരു ദിവസം ഓഫീസിൽ പോകുന്നത് അല്ലെങ്കിൽ വാട്ട് ഐ ഡു ഇൻ മൈ ലൈഫ് ആസ് എ ബിസിനസ് അനലിസ്റ്റ് എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. സോ നമുക്ക് ഓഫീസിൽ പോകണത് ഒരു മാൻഡേറ്ററി കാര്യമാണ്. പക്ഷേ നമുക്കങ്ങനെ ഫ്ലെക്സിബിൾ ആണ്. ടൈം അങ്ങനെ ഡെഫിനറ്റ് ടൈമിൽ പോയിട്ടിരിക്കണം അങ്ങനെയൊന്നുമില്ല, വളരെ ഫ്ലെക്സിബിൾ ആണ്. സോ ഇന്ന് ഞാൻ യുനോ എൻ്റെ ഓഫീസിൽ പോകുന്നത് എനിക്ക് അത്ര ഓഫീസ് ഇൻസൈറ്റ്സ് കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് അഗെയിൻസ്റ്റ് ആർ കമ്പനി പോളിസി. അപ്പം പറ്റുന്ന പോലെ കാണിക്കാം. ആൻഡ് ഹൗ മൈ വർക്ക് ഡേ ഗോസ്, ഓക്കെ, റാൻഡം വർക്ക് ഡേ, ഹൗ ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക് എന്നുള്ള എൻ്റെ ഒരു ഇൻസൈറ്റാണ് തരുന്നത്. സോ ഇപ്പം സമയം ഒരു 9:30 ആയിട്ടുണ്ട്. ആൻഡ് ദെൻ ഐ ഗോട്ട് അപ്പ്, ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. പി ജിയിൽ ഇറ്റ് വാസ് ലൈക്ക് ചായ, ഇഡ്ഡലി, സാമ്പാറുണ്ട്, ചമ്മന്തി ഉണ്ട്, ചട്നി. അത് കഴിച്ചു, ഡ്രസ്സപ്പ് ചെയ്തു. സോ ഞാൻ ജസ്റ്റ് ഫേസിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫീസിൽ പോവാം. ഓക്കെ. സോ ഞാൻ എൻ്റെ മുടി ചെറുതായിട്ടൊന്ന് ചുമ്മാ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് ഇതാക്കിയിട്ടുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് സ്ട്രെയിറ്റിംഗ് ഒന്നുമല്ല, ജസ്റ്റ് ലൈക്ക് ആ ഒരു ഫ്രിസിനെസ് ടൈം ചെയ്യുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ടു ലുക്ക് ലൈക്ക് ഒരു കുളിച്ച പേഴ്സൺ. ബേസിക്കലി കുളിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു മെനയൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹെയർ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഓഫീസിൽ പോകാൻ വേറെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാളല്ല. ഐ എം ലൈക്ക് വെരി ലേസി ടു ഗോ ടു ഓഫീസ്. സോ ഐ പുഷ് മൈസെൽഫ്. ഓക്കെ. ആൻഡ് TCSൽ വന്നിട്ട് യു കാണ്ട് wear all, like jeans, top, അങ്ങനെയൊന്നും ഇല്ല. സോ ഓൺലി ഓൺ ഫ്രൈഡേസ് വി ക്യാൻ വെയർ കാഷ്വൽസ്. ബാക്കിയെല്ലാം ദിവസം നമ്മൾ ഒരു ഫോർമൽ അറ്റയർ ആയിരിക്കണം. ഫോർമലിന് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുവെച്ചാൽ സ്നീക്കേഴ്സ് ഇടാൻ പാടില്ല, ജീൻസ് ഇടാൻ പാടില്ല, വളരെ ഒരു ഓഫീസ് അപ്രോപ്രിയേറ്റ് അല്ലാത്ത എന്താ പറയുക ടോപ്സ് ഇടാൻ പാടില്ല. സോ ബേസിക്കലി ഓപ്ഷൻസ് ആർ കുർത്ത, സൽവാർസ്, പിന്നെ നമുക്ക് ഇപ്പം ഉള്ള ടൈപ്പ് ഓഫീസ് ട്രൗസേഴ്സ് ആൻഡ് ഷർട്ട്സ് ഒക്കെ ഇടാം, ബിക്കോസ് ദേ ആർ കം അണ്ടർ ഫോർമൽസ്. സോ എനിക്ക് ഐ പ്രിഫർ മോർ ഓഫ് കുർത്താസ് ആൻഡ് ഫ്രൈഡേസിൽ ഐ വിൽ വെയർ സംതിങ് ഗുഡ്. സോ അപ്പം ഞാൻ എന്താ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു സൺസ്ക്രീൻ ഇടാണ്, ബിക്കോസ് that is very important, right? So I use the Neutrogena Ultra Sheer Dry Touch Sunblock, which is good. It actually helps. കാരണം ഇവിടുത്തെ സൺ എന്താ പറയുക, ഇറ്റ്സ് നോട്ട് റിയലി ഗുഡ് ഫോർ സ്കിൻ, റൈറ്റ്? അതാണ് അതിൻ്റെ ഒരു സംഭവം. പിന്നെ ഞാൻ ആക്ച്വലി അങ്ങനെ അധികം മേക്കപ്പ് ചെയ്യാത്ത ആളാണ്. അത് സിംപ്ലിസിറ്റി കൊണ്ടല്ല, മേക്കപ്പ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട്. പിന്നെ അത്രയും പ്രോഡക്റ്റ്സ് മേടിച്ച് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. സോ ഞാൻ ചെയ്യാറില്ല അധികം. അപ്പോൾ വാട്ട് ഐ യൂഷ്വലി ഡു ഇസ് ദാറ്റ് ഞാൻ സ്പെക്സ് വെക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ലെൻസ് വെക്കുകയാണെങ്കിൽ ഞാൻ കണ്ണെഴുതും, ലിപ്സ്റ്റിക് ഇടും. അതിനും കൂടുതലൊന്നും ചെയ്യാറില്ല. ഞാൻ ഇന്ന് കണ്ണടയാണ് വെക്കുന്നത്, അപ്പം ഞാൻ കണ്ണും പോലും എഴുതാറില്ല. ജസ്റ്റ് ലിപ്സ്റ്റിക് ആൻഡ് മൈ സൺസ്ക്രീൻ. ഇത് വന്നിട്ട് നൈക്കയുടെ ഒരു ലിപ് ക്രയോൺ ആണ്. ഇറ്റ്സ് the Matte Elicious lip crayon. It's the shade Lazy Luck. So it's a very perfect nude ആണ്. സോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. That's it, all done. So it will look like this. It gives a instant glow to my face. I love this lip crayon. ഞാൻ അടുത്താണ് ഇത് ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. And my camera angles are like shit, but you guys have to adjust and support me. പിന്നെ I pair a watch always. Watch എൻ്റെ ഒരു ഫേവറേറ്റ് accessory ആണ്. I have like 3 watches, so I try to interchange and match with my outfit. That's it. ഞാൻ ഇങ്ങോട്ട് ഡയൽ ഇടുന്നൊരു പേഴ്സണാണ്.
സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇനി നമ്മുടെ സ്പെക്സ് വെക്കുക, അപ്പോഴാണ് ആ കറക്റ്റ് നേർഡ് ലുക്ക് വരും. ഇത് നേർഡ് ലുക്കിന് വേണ്ടിയിട്ടല്ല, ആക്ച്വലി കണ്ണ് കാണാത്തതാണ്. So this is how I look. Okay, now what else? Bagged office പോവാം. That's all. സോറി, കോർപ്പറേറ്റുകാരുടെ മോസ്റ്റ് പ്രഷ്യസ് ആക്സസറി ഞാൻ ഇടാൻ മറന്നു, ID കാർഡ്. ഇതൂടെ ഇടുമ്പോഴാണ് നമ്മൾ ഓഫീസിലോട്ട് പോകാൻ കംപ്ലീറ്റ്ലി റെഡി ആവുക. ഓഫീസ് വീഡിയോസ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തീരെ എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് വാഷ്റൂം വീഡിയോസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 4 hours ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പം ഞാൻ നമ്മുടെ PGയിലോട്ട് തിരിച്ച് വന്നിട്ട് ബാക്കിയുള്ള 4 hours ഞാൻ PGയിലിരുന്നിട്ടാണ് വർക്ക് ചെയ്യുക. സോ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ വർക്ക് ഫ്രം ഹോം എനിക്ക് ഭയങ്കര ഒരു റിലാക്സിങ്, എനിക്കങ്ങനെ ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്യാറില്ല. ബിക്കോസ് നമ്മുടെ കംഫോർട്ടബിൾ വെയർ ഇട്ടിട്ട് വളരെ ലൈക്ക് ശരിയാണ്, പ്രൊഡക്ടിവിറ്റി മേ ബി കുറയോ എനിക്കറിയില്ല, അതിനെക്കുറിച്ച് കുറേ ഡിബേറ്റ്സ് ഉണ്ട്. പക്ഷേ ഐ ഫീൽ ലൈക്ക് ഞാൻ എൻ്റെ എല്ലാ വർക്ക്സും ഈവൻ വീട്ടിലിരുന്നാലും എവിടെ ഇരുന്നാലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. സോ എനിക്കതൊരു തടസ്സമായിട്ടൊന്നും തോന്നാറില്ല. സോ ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും തോന്നും, ഓക്കെ വാട്ട് കൈൻഡ് ഓഫ് ഡ്യൂട്ടീസ് ഐ ഡു ഇൻ മൈ ജോബ്, എന്താണ് ആക്ച്വലി ഒരു ബിസിനസ് അനലിസ്റ്റ് ചെയ്യുന്ന വർക്ക് എന്താണ്. സോ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ TCS എൻ്റെ പ്രോജക്റ്റ് വന്നിട്ട് ഇറ്റ്സ് എ ബാങ്കിങ് പ്രോജക്റ്റ്. ഒരു ഡച്ച് ബാങ്കിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മുടെ ക്ലയൻറ്റ് ഓഫീസെല്ലാം ജർമ്മനിയിലാണ്, ഫ്രാങ്ക്ഫർട്ടിൽ. അപ്പം നമുക്ക് എൻ്റെ മെയിൻ ഡ്യൂട്ടീസ് ഹിയർ ഇസ് ടു ലൈക്ക് ക്രിയേറ്റ് എ Power BI ഡാഷ്ബോർഡ്. പിന്നെ ഒരു പെർട്ടിക്കുലർ ബാങ്കിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടൊരു പ്രോസസ്സ് ഉണ്ട്. സോ ആ പ്രോസസ്സിൽ നമ്മൾ ഡാറ്റ റീകൺസിലിയേഷൻ വർക്ക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇൻസൈറ്റ്സ് എല്ലാം ഒരു ഡാഷ്ബോർഡിൽ കാണിക്കണം. സോ ആ ഡാഷ്ബോർഡ് ക്രിയേഷൻ, മോണിറ്ററിങ് എല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു ഇൻ്റർഫേസ് സെർവർ മോണിറ്റർ ചെയ്യുക, അതിൽ സ്ക്രിപ്റ്റ്സൊക്കെ ബിൽഡ് ചെയ്യുക, അങ്ങനത്തെ വർക്ക്സൊക്കെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. സോ എൻ്റെ ജോബ് റോൾ വന്നിട്ട് Power BI കം ഡെവലപ്പറാണ്. ബിക്കോസ് നമുക്ക് സ്ക്രിപ്റ്റിങ്ങും അല്ലെങ്കിൽ സ്ക്രിപ്റ്റുകൾ കോഡ് ചേഞ്ചസ് വരുത്തുക അങ്ങനെയൊക്കെ ഉണ്ട്. സോ ഡെവലപ്പർ കൈൻഡ് ഓഫ് വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ബേസിക്കലി എൻ്റെ വർക്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ചെറിയ ഒരു പെർസെൻറ്റേജ് നമ്മൾ ടിക്കറ്റ് മോണിറ്ററിങ്, ടിക്കറ്റ് റിസോൾവ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയും വരുന്നുണ്ട്. ലിറ്റിൽ മോർ ഓൺ ദ സപ്പോർട്ട് സൈഡ്. So these are the duties and responsibilities that I do on a daily basis here in my current job. So if you guys have any kind of doubts, then please do let me know in the comments. മെയിൻലി ആളുകൾക്കുള്ള ഒരു വലിയ ഡൗട്ടാണ് ഈ ബിസിനസ് അനലിസ്റ്റ് ദോസ് കൈൻഡ് ഓഫ് ജോബ് പ്രൊഫൈൽസിൽ കോഡിങ് എത്രത്തോളം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വളരെ ലൈക്ക് ഗുഡ് കോഡിങ് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ വെരി ലോ കോഡിങ്. ബേസിക്കലി നിങ്ങൾക്ക് യൂണിക്സ് അറിയണം, എനി കൈൻഡ് ഓഫ് വിൻഡോ സ്ക്രിപ്റ്റിംഗ്, സം കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ഇസ് നീഡഡ്. ബട്ട് യൂഷ്വലി ബിസിനസ് അനലിസ്റ്റ് ചെയ്യുന്ന വർക്ക് വിൽ ബി യൂസിങ് ലൈക്ക് Power BI, ടാബ്ലോ അല്ലെങ്കിൽ എക്സൽ ആയിരിക്കും. അപ്പം ഈ സോഫ്റ്റ്വെയർസിലെല്ലാം നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു ഹാൻഡ്സ് ഓൺ നോളജ് ഉണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി എ ഗ്രേറ്റ് അഡീഷൻ ടു യുവർ ജോബ്. പിന്നെ ബേസിക്കലി it's more on the business side. So you basically have to have a good communication. You have to deal with the clients and understand the requirements that they require. And അതിനനുസരിച്ചിട്ട് we have to communicate with developers, അല്ലെങ്കിൽ those ഡേറ്റാസ് നമ്മൾ എന്താ പറയുക ഒരു ഡാഷ്ബോർഡിൽ കാണിക്കുക അല്ലെങ്കിൽ റിപ്പോർട്ടിങ് ചെയ്യുക, ഇങ്ങനത്തെ ഡ്യൂട്ടീസൊക്കെയാണ് ഈ ജോബ് റോളിൽ വരുന്നത്. സോ വർക്കെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ ചുമ്മാ ഒന്ന് മോണിറ്റർ ചെയ്തിരിക്കുക, അത്രയൊക്കെ ചെയ്യാനുള്ളൂ. അപ്പം നല്ല സണ്ണി ഡേ ആണെന്ന്. യൂഷ്വലി ലാസ്റ്റ് ഒരു 2-3-4 days ആയിട്ട് നല്ല റെയിനി സീസണായിരുന്നു, ഐ മീൻ റെയിനി ഡേയ്സ് ആയിരുന്നു. സോ ഞാൻ കാണിച്ചു തരാം എൻ്റെ വിൻഡോ എന്നുള്ള വ്യൂ. ഇപ്പം ടൈം ഒരു 3:30 ആണ്.
ഇനിയൊരു 5:30-6 ഒക്കെ വരെ ഞാൻ സിസ്റ്റം ഓൺ ആക്കിയിരിക്കും. ബിക്കോസ് നമുക്ക് എന്തെങ്കിലും മെയിൽസോ എന്തെങ്കിലും റിക്വസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ വർക്ക് ചെയ്യണം. അതല്ലാതെ മേജർ ജോബ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ബാക്കി സമയം എന്തെങ്കിലും അപ്സ്കിൽ ചെയ്യാനോ അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ വല്ല സീരീസൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അതൊക്കെയാണ്. പിന്നെന്താ, ഇതിനിപ്പം ഡിന്നർ കഴിക്കും, നൈറ്റ് അത്രയൊക്കെയുള്ളൂ. ഒരു നോർമൽ ഡേ, ടേക്ക് ബാത്ത്, ഓൾ ദോസ് സ്റ്റഫ്സ്. So I don't think that's very interesting for the vlog, so I'll stop right here. Thank you so much for watching my video, and if you like my video then please do like, share and subscribe. Also please comment. Thank you so much.